ഗൂഗിൾ മാപ്പ് അമ്മച്ചി തന്ന പണിയും ബാക്കി വിശേഷങ്ങളും. കുറെ കാലത്തിന് ശേഷമാണ് രാവിലെ ഞാൻ ഇത്ര നേരത്തെയൊക്കെ ഉറക്കം എണീക്കണത്. ഇത്ര നേരത്തെ എണീക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. ഇന്നലെ രാത്രി ഞാൻ അപ്പേരില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഉറക്കപ്പിച്ചിൽ എണീറ്റ് എന്റെ വീട്ടിലോട്ട് നടക്കുകയാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ആരും ഉറക്കം പോലും എണീറ്റില്ല. ആകെ തൊമ്മ മാത്രം എണീറ്റിരിപ്പുണ്ട്. ജാമ്യന് അധികം സമയം കളയാതെ അവിടെ നിന്ന് നേരെ പല്ല് തേക്കാൻ പോയി. കുളിച്ചു ഒരുങ്ങി കഴിച്ചു വന്നപ്പോഴത്തേക്ക് സമയം താമസിച്ചു പോയി. 8 മണിക്ക് പോകാൻ പ്ലാൻ ചെയ്ത് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് 8:30 കഴിഞ്ഞു. അങ്ങനെ നേരെ പമ്പിൽ കയറി വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. നമ്മൾ ഈ 4 പേരൂടെ പോണത് കാട്ടിൽ മേക്കത് അമ്പലത്തിലേക്കാണ്. പോണ വഴിക്ക് റോഡ് പണി നടക്കണോണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങ് വരെയും കാണാൻ പറ്റും. ജങ്കാറിൽ കയറി അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിറങ്ങിയ നമ്മളെ ഗൂഗിൾ മാപ്പ് അമ്മച്ചി ഏതൊക്കെ റോഡ് വഴി കറക്കി അമ്പലത്തിൽ കൊണ്ടുവന്നു. നമ്മളെ പ്ലാൻ എല്ലാം കൊളാക്കിയ ഗൂഗിൾ മാപ്പ് അമ്മച്ചിക്ക് ഒരു നന്ദിയും പറഞ്ഞിട്ട് വണ്ടിയും പാർക്ക് ചെയ്ത് നമ്മൾ നേരെ അമ്പലത്തിലേക്ക്. അവിടെ നല്ല പൊളപ്പം വെയിലായിരുന്നു. വെയിൽ കാരണം മര്യാദയ്ക്ക് ഫോണിൽ പോലും നോക്കാൻ വയ്യായിരുന്നു. നമ്മളോട് എത്തിയപ്പോഴത്തേക്ക് പൂജ സമയമായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം ക്യൂവിൽ പോസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വന്നു. അത്യാവശ്യം നല്ല തിരക്കും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ക്യൂവിൽ നിന്ന് ലാസ്റ്റ് തൊഴുത് ഇറങ്ങി കുറച്ച് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിന്റെ പുറകുവശത്തെ കടലിന്റെ അങ്ങോട്ട്. പിന്നെ കുറച്ചു നേരം കടലും കണ്ട് കുറച്ച് വീഡിയോ എടുത്ത് അവിടെ നല്ല വെയിലുണ്ടായി. രാവിലത്തെ വെപ്രാളത്തിൽ സൺസ്ക്രീം ഇടാനും മറന്നു. അതുകൊണ്ട് തന്നെ സൂര്യൻ മുഖത്ത് കയറിയിരുന്ന് നല്ലപോലെ നിരങ്ങിയിട്ടാണ് പോയത്. വെയിൽ കൊണ്ടതിന്റെ ക്ഷീണം മാറ്റാൻ വെള്ളം കുടിക്കാനായിട്ട് നമ്മളൊരു കടയിൽ കയറി. അവിടുത്തെ നാരങ്ങവെള്ളം കൊള്ളാം, പക്ഷെ മോരിനെ പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പിന്നെ കടകളുടെ സെക്ഷനിലോട്ടായിരുന്നു. ഒന്നും വാങ്ങിയില്ലെങ്കിലും കാണുന്ന എല്ലാ കടകളിലും കയറി ഇറങ്ങി. അങ്ങനെ ഒരു കടയിൽ കയറിയപ്പോഴത്തേക്കാണ് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സാധനം കണ്ടത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു കൗതുകത്തിന്റെ പുറത്ത് അത് നോക്കിക്കൊണ്ട് കുറച്ച് സമയം അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ അവിടുത്തെ തേരാപ്പാര നടത്തുക കഴിഞ്ഞ് കാറിൽ കയറി നൈസ് അവിടെ നിന്ന് ഇറങ്ങി. ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ. അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചാൽ നാളത്തെ വീഡിയോയിൽ കാണാം.